ജോർജ് സ്റ്റേഡിയത്തിൽ വിവിധ പ്രായത്തിലുള്ള കുട്ടികൾ കഠിന പരിശീലനത്തിലാണ്. ലക്ഷ്യം ദേശീയ അന്തർദേശീയ വേദികളിലെ മെഡൽ നേട്ടം. അസാധ്യമായ മെയ്വഴക്കം വേണ്ട, അച്ചടക്കവും ശരീര നിയന്ത്രണവും വേണ്ട മത്സര ഇനമാണ് ജിംനാസ്റ്റിക്സ്. കുട്ടികൾക്ക് എളുപ്പമെങ്കിലും കഠിനമായ പരിശീലന രീതികളാണ്. ഗൗരവമായ പരിശീലനവും സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ മെഡൽ നേട്ടം ഉറപ്പിക്കാവുന്നതേയുള്ളൂ. എന്നാൽ എത്ര പേർക്കറിയാം ജിംനാസ്റ്റിക്കിനെ കുറിച്ച്? എണ്ണം വളരെ കുറവ്. കുട്ടികൾ സന്തുഷ്ടരാണ്, ആത്മവിശ്വാസത്തിലാണ്. ഇനിയും മെഡലുകൾ സ്വന്തമാക്കാമെന്ന് അവർ കരുതുന്നു. ഡെറാഡൂണിൽ നടന്ന ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ 5 സ്വർണമടക്കം 13 മെഡലുകളാണ് സംഘം സ്വന്തമാക്കിയത്. ഭൂരിഭാഗം പേരും ജിമ്മി ജോർജിലെ കുട്ടികളാണ്. കേരളത്തിലേക്ക് ഇത്രയധികം മെഡലുകൾ എത്തിക്കാൻ കഴിയുന്നതും ഇതാദ്യം. എനിക്ക് ജിംനാസ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പാഷനാണത്. ഞാനാണെങ്കിൽ മുറ്റത്തെല്ലാം ഇരുന്ന് ഇതേ സാധനങ്ങളെല്ലാം ചെയ്ത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ഇഷ്ടമായപ്പോഴത്തേക്ക് അമ്മയാണെങ്കിൽ ഇവിടെ ഒരു ജിംനാസ്റ്റിക് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെയാണ് കൊണ്ടുവന്നത്. എൻ്റെ അച്ഛൻ കബഡി പ്ലെയർ ആയിരുന്നു. അപ്പം അച്ഛൻ്റെ സെയിം ബ്ലഡാണ് എനിക്ക്, സ്പോർട്സ് ആയിരുന്നു. അങ്ങനെ എനിക്ക് കബഡി കളിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. പിന്നെ വെറൈറ്റിക്കായിട്ട് ഇവിടെ കൊണ്ട് ചേർത്തു. പിന്നെ അതിലോട്ടങ്ങായി എനിക്കതാ ഇഷ്ടം. അങ്ങനെ ഹരിയാന സ്വദേശിയായ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി IAS പരിശീലന കളരിയിലെ സന്ദർശകയാണ്. അതിനൊരു കാരണവുമുണ്ട്. Vian is my son and he had also gone there to participate. നമുക്ക് ഗേൾസ് കാറ്റഗറിയിൽ ടീം മെഡൽ കിട്ടി. അതുപോലെ തന്നെ നമുക്ക് 5 പേര്, എത്ര പേർക്ക് ഇൻഡിവിജ്വൽ മെഡൽ കിട്ടി? 4. നമുക്ക് 4 പേർക്ക് ഇൻഡിവിജ്വൽ മെഡൽ കൂടി കിട്ടി. ഗോൾഡ് ഉൾപ്പെടെ, സിൽവർ ഉൾപ്പെടെ, ബ്രോൺസ് ഉൾപ്പെടെ. മറ്റു സംസ്ഥാനങ്ങളിൽ ജിംനാസ്റ്റിക് പരിശീലനത്തിനായി അധികം സാധ്യതകളും അവസരങ്ങളും ഉണ്ടെന്നും അതവരുടെ മെഡൽ സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും കുട്ടികൾ ഓർമ്മിപ്പിക്കുന്നു. ജിംനാസ്റ്റിക് എന്ന മത്സര ഇനം കേട്ടുകേൾവി മാത്രമുള്ള സമയത്ത് പരിശീലനം തുടങ്ങിയവർ വരെയുണ്ട് ഇന്ന് ഈ കൂട്ടത്തിൽ. ഇന്നിവർ അസാധാരണ മെയ്വഴക്കം കൊണ്ട്, ചലന നിയന്ത്രണം കൊണ്ട് അത്ഭുതം തീർക്കുന്നു.